ഹലോ എക്സാമിനർ ഫാമിലി, നമ്മുടെ ഓരോ എക്സാമിനും തീർച്ചയായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡയറി എഴുതുക എന്ന ചോദ്യം അല്ലേ. 6 മാർക്കിനായിരിക്കും നമുക്ക് ഡയറി ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഡയറിയുടെ ഫുൾ മാർക്ക് സെറ്റ് ആക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ഫോർമാറ്റിലൂടെ എന്ത് ചെയ്യാം ആദ്യം നോക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡയറി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ഡയറി സെറ്റ് ആക്കാം. യെസ്, അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മളെല്ലാവരും ബോക്സ് വരക്കണം. ഓക്കെ, ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ട് വലതുവശത്ത് ഡേറ്റും അതുപോലെ ദിവസമൊക്കെ എഴുതാം. ശനിവാർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ശനിയാഴ്ച അല്ലേ. മംഗൾവാർ എന്ന് പറഞ്ഞാൽ ഏത് ദിവസമാണ്? മംഗൾവാർ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് കേട്ടോ. മംഗൾവാർ എന്ന് പറഞ്ഞാൽ പലർക്കും തിങ്കളാഴ്ച എന്നൊക്കെ മനസ്സിലേക്ക് വരും. വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ശനിവാർ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച, ഏതെങ്കിലും കഴിഞ്ഞ ഒരു ദിവസം കൊടുക്കാം. എന്നിട്ട് ആജ് മേരെ ലിയേ ഏക്ദം ബുരാ അല്ലെങ്കിൽ ഖുഷി കാ ദിൻ ഥാ. ആജ് ഇന്ന്, മേരെ ലിയേ എന്നെ സംബന്ധിച്ചിടത്തോളം, ഏക്ദം പൂർണ്ണമായും, ബുരാ മോശം അല്ലെങ്കിൽ ഖുഷി കാ സന്തോഷമുള്ള, ദിൻ ഥാ ദിവസമായിരുന്നു. ഓക്കെ, സന്തോഷമുള്ള ദിവസമാണെങ്കിൽ ഖുഷി കാ ദിൻ ഥാ നെയ്താ, മോശം ദിവസമാണെങ്കിൽ ബുരാ ദിൻ ഥാ നെയ്താ. ഓക്കെ, അതുപോലെ ഡയറി മേ ക്യാ ലിഖൂം, ഡയറിയിൽ ഞാൻ എന്ത് എഴുതും? കേസേ ലിഖൂം, എങ്ങനെ എഴുതും അല്ലേ. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ചിലപ്പോൾ വാക്കുകൾ കിട്ടൂല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറി മേ ക്യാ ലിഖൂം, ഡയറി ഞാൻ എന്താ എഴുതാ, കേസേ ലിഖൂം എങ്ങനെ എഴുതാ അല്ലേ. ആ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിനെക്കുറിച്ചാണോ ഡയറി എഴുതാൻ പറഞ്ഞ ആ കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓക്കെ, നന്നായിട്ട് പഠിച്ചവർ ആ കാര്യങ്ങൾ എഴുതാം. പിന്നെ ആജ് ഹുയി ഘട്നായേ മൻ സേ നഹീ ജാത്തേ ഹേ. ആജ് ഹുയി ഘട്നായേ, ഇന്നുണ്ടായ സംഭവങ്ങൾ, ഇന്ന് എന്തോ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. നല്ലതോ ചീത്തയായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവങ്ങളൊന്നും മൻ സേ നഹീ ജാത്തേ ഹേ, മനസ്സിൽ നിന്നും പോകുന്നേയില്ല. മനസ്സേ മനസ്സിൽ നിന്നും നഹീ ജാത്തേ ഹേ, പോകുന്നില്ല. ഖുഷി അല്ലെങ്കിൽ ദുഃഖ് അല്ലേ, ദുഃഖ് യാ ഖുഷി സേ നീന്ത് ബി നഹീ ആത്തി. സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ ഏതെങ്കിലും ഒന്നേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, ദുഃഖ് സേ ദുഃഖം കൊണ്ട്, നീന്ത് ബി നഹി ആത്തി ഉറക്കം വരുന്നില്ല, അല്ലെങ്കിൽ ഖുഷി സേ നീന്ത് ബി നഹി ആത്തി സന്തോഷം കൊണ്ട് ഉറക്കവും വരുന്നില്ല. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ജനറൽ ഫോർമാറ്റ് ആണിത്. ഇത് എല്ലാ ഡയറിക്കും എന്ത് ചെയ്യാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എങ്കിലും മിനിമം എന്ത് ചെയ്യണം, എല്ലാവരും കാണാതെ പഠിക്കണം. എന്നിട്ട് നമ്മൾ ഡയറിയിൽ ഈ ഒരു നടുവിലെ ആ ഒരു കാര്യം ഉണ്ടല്ലോ, ഡയറിയിലെ നടുവിലെ പാരഗ്രാഫിൽ എഴുതേണ്ടത് നമ്മുടെ ചാപ്റ്റർ എത്രത്തോളം നമുക്കറിയാം അതിനനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യുക, സമ്മറിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ എക്സാമിന് മുൻപും പഠിച്ചിട്ട് പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറി ഉണ്ട്. ആരുടെ ഡയറിയാ? ഫസ്റ്റ് ചാപ്റ്ററിലെ അനുതാപ് എന്ന ചാപ്റ്ററിലെ ആ യാത്രക്കാരൻ്റെ ഡയറി, അസ്ലമിനെ കുറിച്ച് ഓർത്തെഴുതുന്ന ഡയറി. അപ്പോൾ ഇവിടെ ഇതേപോലെ പഴയ ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അസ്ലം മുझे മാഫ് കർ ദോ, അസ്ലമേ എന്നോട് ക്ഷമിക്കണം. യാത്രക്കാരൻ ചെയ്ത ചെറിയൊരു തെറ്റ് അല്ലേ, അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്, അത് കാരണമാണ് അസ്ലം വിട പറഞ്ഞത്. അപ്പോൾ അസ്ലമിനോട് മാപ്പി ചോദിക്കുകയാണ് ആദ്യം തന്നെ. അസ്ലം മുझे മാഫ് കർ ദോ, തേരെ ബാരെ മേ സോച്ചനെ പർ ബഹുത് അനുതാപ് മഹ്സൂസ് ഹോ രഹാ ഹേ. തേരെ ബാരെ മേ നിന്നെ കുറിച്ച്, സോച്ചിനെ പർ ചിന്തിക്കുമ്പോൾ, ബഹുത് അനുതാപ് മഹ്സൂസ് ഹോ രഹാ ഹേ വല്ലാത്ത കുറ്റബോധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുജ്സേ ഗൽത്തി ഹോ ഗൈ ഹേ എന്നിൽ നിന്ന് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ബഡി ഗൽത്തി വലിയ തെറ്റ്. ഡയറി മേ ക്യാ ലിഖൂം, ഡയറിയിൽ ഞാൻ എന്തെഴുതും? കേസേ ലിഖൂം എങ്ങനെ എഴുതും? മേരാ ഹാത്ത് കാംപ് രഹാ ഹേ എൻ്റെ കൈ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുझे ദഫ്തർ പഹുഞ്ചാനെ വാല റിക്ഷാ വാല ഥാ അസ്ലം, എന്നെ ഓഫീസിൽ എത്തിച്ചിരുന്ന, പഹുഞ്ചാനെ വാല എന്ന് പറഞ്ഞാൽ എത്തിച്ചിരുന്ന, റിക്ഷാവാലയായിരുന്നു അസ്ലം. ഉസ്കി മൗത്ത് ഹോ ഗൈ ഹേ അവൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു അല്ലേ, അവൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു. എന്താ കാരണം? ഉസ്കെ ദോനോം ഖുർദോമേ ഖരാബി ഥി, അവൻ്റെ രണ്ട് കിഡ്നിയും എന്തായിട്ടുണ്ട്? കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, തകരാറിലാണ്. ആ കാര്യം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾ ആ ഒരു സെൻറ്റൻസ് എഴുതണം. എന്ത്? ഉസ്കെ ദോനോം ഖുർദോമേ ഖരാബി ഥി. ഇപ്പോൾ വാർത്താലാപമൊക്കെ ചോദിക്കും, അപ്പോഴും ഈ കാര്യം ഉൾപ്പെടുത്തണം. അവൻ്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു അല്ലെങ്കിൽ തകരാറിലായിരുന്നു. യാത്രയ്ക്ക് ബീച്ച് മേ വോ കരാഹ്താ ഥാ, യാത്രക്കിടയിൽ അവനിങ്ങനെ നിലവിളിക്കുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. പേട്ട് പർ ഹാത്ത് രഖ്താ ഥാ, പേട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വയറ് അല്ലേ, വയറ്റത്ത് കൈ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ മേനെ സോച്ചാ കി യേ സബ് റിക്ഷാവാലോ കാ നാടക് ഹേ അല്ലേ, ഞാൻ ചിന്തിച്ചു യേ സബ് ഇതെല്ലാം റിക്ഷാവാലോ കാ നാടക് ഹേ, റിക്ഷാക്കാരുടെ സ്ഥിരം നാടകമാണെന്നാണ് ഞാൻ കരുതിയത്.
പിന്നെ ആജ് പത്താ ചല, ഇന്നറിയാൻ കഴിഞ്ഞു നോക്കി എന്തെന്നാൽ അസൽ മേം ഉസ്കോ ബീമാരി ഥാ, യഥാർത്ഥത്തിലും അവൻക്ക് എന്തുണ്ടായിരുന്നു, അസുഖമുണ്ടായിരുന്നു. മേനെ ഉസ്സെ ഹംദർദി നഹീ കി, ഞാൻ അവനോട് സഹാനുഭൂതി കാണിച്ചില്ല. യദി മേം ഉസ്സെ തോടാ മനുഷ്യത ദിഖാത്താ തോ, ഒരു പക്ഷേ ഞാൻ അവനോട് അല്പമെങ്കിലും മനുഷ്യത്വം ദിഖാത്താത്തോ കാണിച്ചിരുന്നുവെങ്കിൽ ആജ് ബി വോ ഹമാരെ സാത്ത് ഹോത്താ, ഇന്നും അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നേനെ. പ്രീ ഭയ്യ ദിൽ സേ പ്രണാം, പ്രിയപ്പെട്ട സഹോദര ഹൃദയത്തിൽ നിന്നും പ്രണാമം. ഓക്കെ, ഇതാണ് നമ്മുടെ യാത്രക്കാരൻ്റെ ഡയറി. അപ്പോൾ ഇതുപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കൂടാതെ ഗ്രാമർ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഓരോ എക്സാമിനും ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യണം, സെറ്റാക്കണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക, ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.